ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോ അശ്വറുദ്ദീനും ഭാര്യ ഷമീമയും നനച്ചു കാണില്ല അവരുടെ മനസ്സിലൊരാളെ ഒളിപ്പിക്കേണ്ടി വരുമെന്ന്. അവരൊരിക്കലും അശ്വമേധത്തിന്റെ മത്സരപാതയിൽ ഇന്ന് വന്നെത്തും എന്ന് കരുതിയവരുമല്ല. ഹായ് എന്ത് ചെയ്യുന്നു അശ്വറുദ്ദീൻ? മെഡിക്കൽ കോളേജ് സ്റ്റാഫാ, കാലിക്കറ്റ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. ഷമി വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? ഡെന്റിസ്റ്റ് ആണ്. ഈ ദന്താശുപത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാള ഭാഷയിൽ എഴുതുമ്പോൾ ചോദ്യവും ഉത്തരവും ഒന്ന് തന്നെയായ ഒരു ബോർഡ് ഉണ്ടോ എന്ന് പണ്ടൊരാൾ ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത് ദന്താശുപത്രി എന്നുള്ള ബോർഡ് മതിയെന്ന്. വായിക്കുമ്പോൾ ചോദ്യമായി ദന്താശുപത്രി എന്ന് വായിക്കാം, ഉത്തരം ദന്താശുപത്രി എന്ന് പറയുകയും ചെയ്യാം. ഒരെഴുത്ത് മതിയല്ലോ ചോദ്യത്തിനും ഉത്തരത്തിനും. പക്ഷെ നമുക്ക് ചോദ്യങ്ങൾ 21 ഉണ്ട്, ഉത്തരം ഒന്നേ ഉള്ളെങ്കിൽ പോലും. റെഡി? അശ്വമേധ ഇഷ്ടമാണ്? ഇഷ്ടമാണ്. കളിക്കാറുണ്ടോ വീട്ടില്? ചെറുപ്പത്തിലെല്ലാം കളിക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിലേ കളിക്കാറുണ്ടായിരുന്നു. ആ ചെറുപ്പത്തിലെ കളി കൂടുതൽ ജനകീയമായി തിരിച്ചു വരികയാണ്. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അശ്വറുദ്ദീനോടൊപ്പം ഷമീമയോടൊപ്പം ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. സോ ഒരാള് തന്നെ അല്ലേ രണ്ടുപേരുടെയും മനസ്സിൽ? കുറച്ച് എപ്പിസോഡുകൾ കഴിയട്ടെ, നമുക്ക് രണ്ടുപേരുടെയും മനസ്സിൽ രണ്ടുപേരെ ആക്കാം. നിങ്ങളുടെ രണ്ട് മനസ്സുകളിലും ഇപ്പോൾ തറച്ചിരിക്കുന്ന ആ ഒരു ബിന്ദു ഒരു പേരാണ്. ആ പേരിന്റെ ഉടമ ഒരു പുരുഷനാണോ? അല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. ഇന്ത്യയിലാണോ ജനിച്ചത്? അല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. അതെ. 1950 ശേഷം മരണം? 50 ശേഷം അല്ല. അതിനു മുമ്പ് മരിച്ചിട്ടുണ്ട്. ഏഷ്യയിലാണോ ജനിച്ചത്? ഏഷ്യയിൽ അല്ല. അല്ല. യൂറോപ്പിൽ? 1900 ശേഷം മരണം? 900 ശേഷം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അവർ കൈവരിച്ചത് ഒരു ഡിസംബർ മാസം 21-ാം തീയതിയായിരുന്നു. അങ്ങനെ അറിവിലില്ല അങ്ങനെ ആ ദിവസം. മേരി ക്യൂറി റേഡിയം കണ്ടുപിടിച്ച ഡിസംബർ 21. 1900 ശേഷമാണ് എന്നുറപ്പാണ്. അതെ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി, ഇതിലൊന്നാണോ രാജ്യം? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. ബ്രിട്ടീഷ്? രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. സയൻസ്, മതപരം, ആത്മീയം, ഇതിലൊന്നാണ്? അതെ. അതെ. സയൻസ് ആണ്? അതെ. മെഡിക്കൽ സയൻസ്? ഓർത്തോഡെന്റിക്സുമായി ബന്ധമുണ്ട്? ഇല്ല. 16 ചോദ്യങ്ങൾ രാജസൂയ. മെഡിക്കൽ സയൻസിൽ പ്രശസ്തി നേടിയ ഒരാളാണവർ അല്ലേ? മെഡിക്കൽ സയൻസ് പ്യൂർ മെഡിക്കൽ സയൻസ് അല്ല. അതുമായി ബന്ധപ്പെട്ടതാണ് സാർ. സാമൂഹ്യ പ്രവർത്തനവും ഉണ്ട്. വണ്ടൂരാണ്? വണ്ടൂർ. നിങ്ങളുടെ വീട്? നിലമ്പൂരിനടുത്ത്. അറിയാം, വണ്ടൂർ അറിയാം. വണ്ടൂർ ശ്രീ പന്തളം സുധാകരനൊക്കെ വണ്ടൂർ MLA ആയിട്ടുണ്ട് അല്ലേ? വെറുതെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയാണ്? അതെ സാർ, കുറച്ചൊരു 1-2 കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെ. അവരുടെ പേര് ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്നാണോ അവർക്ക് അവരുടെ പേര് ലഭിച്ചത്? ആണോ? അതെ. ആ സ്ഥലം പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണോ? ആണ്. അപ്പൊ വൈദ്യശാസ്ത്രം എന്നല്ല, സർവീസാണ്, സേവന രംഗമല്ലേ പ്രധാനം എന്നായിരുന്നു ചോദിക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നത് അല്ലേ? പലപ്പോഴും നിസ്വമായ വേദനയിൽ പെട്ടുപോകുന്ന മനുഷ്യകുലത്തിന് സഹായത്തിന്റെ ചെറുതിരി, കരുണയുടെ നിറദീപം, ഇതെല്ലാമായി മാറുന്നവരുണ്ട്. പല തൊഴിലുകളും അത് ഡിമാൻഡ് ചെയ്യുന്ന, ആ തൊഴിൽ ഡിമാൻഡ് ചെയ്യുന്ന സേവന രംഗങ്ങൾ തന്നെയാണ്. പക്ഷെ ചില തൊഴിലുകളാകട്ടെ ഇതൊരു തൊഴിലാണ് എന്ന് മറന്നുകൊണ്ട് തന്നെ ആ സേവനത്തിലേക്ക് പ്രവർത്തിക്കാൻ നിർബന്ധിതമാകുന്നവയുമാണ്.
ഈ ദിവസങ്ങളിൽ പോയ ദിവസങ്ങളിൽ കണ്ട ടേക്ക് ഓഫ് എന്ന സിനിമയിലെ പാർവതി അവതരിപ്പിച്ച കഥാപാത്രം മികവുറ്റതായതും ആ കഥാപാത്രത്തിന്റെ തൊഴിൽ അത് അർഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതുകൊണ്ടാണ്. വിളക്കേന്തിയ വനിതയാണ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണോ മനസ്സിൽ? സാർ ഞാനൊരു നേഴ്സാണ് സാർ. നിങ്ങളൊരു മെയിൽ നേഴ്സാണ്? മെയിൽ നേഴ്സാണ്. അത് ആദ്യം പറയാതിരുന്നതാണ്. അതെ അതെ അതെ. കാരണം എന്തായാലും പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ല ചേട്ടാ, സ്റ്റാഫ് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുള്ളതുകൊണ്ട് പറഞ്ഞില്ല. ഇറ്റ് വാസ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ദ ലേഡി വിത്ത് ദ ലാമ്പ്. യെസ് സാർ. സമ്മാനമുണ്ടെന്നാൽ പ്രശസ്തമായ സ്മാർട്ട് ഫോൺ ശൃംഖല ടെക്യു നൽകുന്ന ഒരു ഉപഹാരമുണ്ട് നിങ്ങൾക്ക്. അപ്പോ ഈ ചിന്തയുടെ അല്ലെങ്കിൽ പേരിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞു, ഇനി നിങ്ങൾ ഷോപ്പിംഗ് നടക്കട്ടെ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, വിളക്കേന്തിയ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയത്. ക്രിമിയൻ യുദ്ധകാലത്ത് പരിക്കേറ്റ പട്ടാളക്കാർക്ക് നൽകിയ പരിചരണമാണ് അവരെ പ്രസിദ്ധയാക്കിയത്. 1900 നേടിയ ആദ്യത്തെ വനിതയായി തീർന്നു. വിളക്കേന്തിയ വനിത ഫ്ലോറൻസ് നൈറ്റിംഗേലിനെയാണ് അഷറുദ്ദീനും ഷമീമയും മനസ്സിൽ ഓർമ്മിച്ചത്. ഞാൻ ഓർത്തത് ഒരു പഴയ 2 വരി കവിത. നിനക്കു ഞാനായി പിറക്കുവാനായി നിഴലു കണ്ണീർ കടലിൽ മുക്കണം, മരണദൂതുമായി കാറ്റണയുമ്പോഴും ഒരു ചിരി വിളക്കു ചുണ്ടിൽ നീ കൊളുത്തി വെക്കണം.